ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ രാവിലെ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. എഴുന്നേൽക്കുമ്പോൾ 5 മണിക്ക് തന്നെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം കൂടെ കിടന്ന് പിന്നെ 5:30ക്കാണ് കേട്ടോ എഴുന്നേറ്റ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ വേഗം തന്നെ ഇതാ ചോറിനുള്ള വെള്ളം അവിടെ ആദ്യം വെക്കും കേട്ടോ. ഈ സ്കൂളുള്ള ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് പിന്നെ നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കണം. പിന്നെ മുതിരല്ല അതും ഈ വാഴക്കത്തോട് ഉപ്പേരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ തലേ ദിവസം തന്നെ ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടിയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഫ്രീസറിൽ നിന്ന് എടുത്ത് ചിക്കൻ ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊന്ന് കുതിർന്ന് വരുമല്ലോ. അങ്ങനെ അതാ കുക്കറിലേക്ക് വാഴക്കത്തോടും മുതിരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ മുൻപും വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെറുതായിട്ട് തന്നെ ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഉരുളക്കിഴങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മളെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിലേക്ക് ഇതാ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിൽ രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അങ്ങനെ കറിയും ഉപ്പേരിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ പുട്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുട്ടുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അജ്മീൻ്റെ പുട്ടുപൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ പുട്ടും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പുട്ടും കൂടി ആയി കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടോ. അപ്പോൾ അത് ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ പുട്ടിനും ഉച്ചയ്ക്കുള്ള ചോറിനും ഒക്കെ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാ കറിയും കൂടി അവിടെ തിളച്ചൊക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ശ്രീമോൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കും കൊണ്ടുപോകാനുള്ള ചോറും കറികളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ശ്രീമോളെ രാവിലെ സ്കൂളിൽ പറഞ്ഞയക്കണം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാലേ ഉള്ളൂ നമ്മളെ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയിട്ട് വരുള്ളൂ കേട്ടോ. കാരണം നേരെ വൈകി എഴുന്നേറ്റുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പം പറ്റുന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ഇതാ ശ്രീമോൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം ചോറൊക്കെ കിറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ യൂണിഫോമൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ എത്ര ഇതായാലും സമയം വൈകിയാലും ഞാൻ തന്നെ മുടി കെട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ എത്ര കെട്ടിയാലും ശരിയാവില്ല, ഒറ്റയ്ക്ക് കെട്ടിയാലും ആൾക്ക് ശരിയാവില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ഇതാ ഈ അലമാരയ്ക്ക് ചില്ലില്ല കേട്ടോ, നിങ്ങൾ നോക്കിയാൽ കാണാം. ഇത് ശ്രീമോള് പൊട്ടിച്ചാണ്. ഈ മൂക്കിൻ്റെ സർജറി കഴിഞ്ഞ സമയത്ത് ആൾക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പൊട്ടിച്ചാണ്. പിന്നെ ആ സമയത്ത് പിന്നെ ഒന്നും പറയാനും പറ്റില്ല. കാരണം മൂക്കിൽ അങ്ങനെ ഒരു സാധനം വെച്ചതുകൊണ്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പം നമ്മളെ ഈ രാവിലത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്